ബ്രേക്ക്ഫാസ്റ്റ് റെഡിയായോ ഗീത? ബ്രേക്ക്ഫാസ്റ്റും ഡിന്നറും ലഞ്ചും സപ്പറും എല്ലാം ഞാൻ റെഡിയാക്കുന്നുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ പോകുക. ഓ വാട്ടേ ജോക്ക്, രാവിലെ തന്നെ നല്ല തമാശയാണല്ലോ കേൾക്കുന്നത്. തമാശയാണെന്നിരുന്ന് നിങ്ങൾ ഇവിടെ ഇരുന്നോ, ഞാൻ ദേ പോകുക. പോയാ നീ എവിടെ വരെ പോകും? ഈ റോഡ് വരെയോ? നിങ്ങൾ എന്താ കരുതിയത് ഞാൻ നിങ്ങളുടെ പോര് സഹിച്ച് മുഴുവൻ ഇവിടെ കിടക്കുമെന്നോ? ഞാൻ എല്ലാ കാര്യങ്ങളും എൻ്റെ മാധവൻ ചേട്ടനെ വിളിച്ച് പറഞ്ഞു. തിരിച്ചെന്നെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ടേ അദ്ദേഹം ഓടി നടക്കുമായിരുന്നു. കഴിഞ്ഞ ദിവസം അതെല്ലാം ശരിയായത്. ഇനിയേ ഞാൻ ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കില്ല, അറിയോ? മോളെ, ഇത് നിന്റെ കൊച്ചു കേരളമല്ല, അടുത്ത ബസ് സ്റ്റോപ്പിലല്ല നിന്റെ വീട്, അത് ഓർമ്മ വേണം. ഈ പടി ഇറങ്ങിയാലല്ലേ നിനക്ക് നിന്റെ വീട്ടിൽ പോകാൻ പറ്റൂ. പോയി എൻ്റെ ഗ്രാൻഡ് ഫാദറിനെയും മദറിനെയും പോയി കുളിപ്പിക്കടി. നിങ്ങളുടെ സമ്മതം ആർക്ക് വേണം? ഞാൻ ഈ നിമിഷം ഇവിടെ നിന്ന് ഇറങ്ങില്ലെങ്കിലേ അപ്പം തന്നെ മാധവൻ ചേട്ടനെ അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോളും. പോലീസോ ആര് വേണമെങ്കിലും ഇവിടെ എത്തും. ഇതുവരെ അതിന് ഞങ്ങൾ മുതിർന്നിട്ടില്ല. നിങ്ങൾ എന്താ കരുതിയത് ഞങ്ങൾ മണ്ടന്മാരാണോ? എന്നെ ഇവിടെ ഇട്ട് പീഡിപ്പിക്കുകയാണെന്ന് പോലീസിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ജയിലിൽ കിടക്കുന്നുണ്ടെങ്കിൽ മാറി തള്ളേ. ഓ മൈ ഗോഡ്, അവള് പോയല്ലോ. ഓ, ഇനി ഈ വീട്ടുജോലിയും അച്ഛനെയും അമ്മേനെയും കുളിപ്പിക്കലും എല്ലാം ഞാൻ തന്നെ ചെയ്യണമല്ലോ. മാധവൻ ചില്ലറക്കാരനല്ല. അവൻ എവിടെയെന്നാവോ ഇത്രയും കാശൊക്കെ കിട്ടിയത്? ഇവളെ തിരിച്ച് അമേരിക്കയിൽ നിന്ന് നാട്ടിലെത്തിക്കാനായിട്ട്. ഓ, വേഗം കഴിക്കണ്ട കുണിക്ക്. ഇല്ല കുണിക്ക് മോളെ, അമ്മാമ്മ എരിവിടാതെ വറുത്തെടുത്തതാ കുണിക്ക് കഴിക്കാൻ. കഴിക്ക് പൊന്നെ. അതാ പറഞ്ഞേ, അമ്മാമ്മ കുണിക്ക് വേണ്ടി പ്രത്യേകം ഉണ്ടാക്കിയതാന്ന്. വേഗം കഴിച്ചോട്ടോ. ആ മോനെ മാധവ, ചോറ് എടുക്കട്ടെ? വേണ്ടമ്മേ, ഞാൻ കുറച്ച് കഴിഞ്ഞ് കഴിച്ചോളാം. ആഹാ, കുണിക്ക് ചിക്കൻ ഫ്രൈ ഒക്കെ ഇഷ്ടായോ? മിടുക്കി, എന്നാ മുഴുവൻ കഴിക്കണോട്ടോ. കുണിക്ക് മോളെ ഞാനിപ്പോൾ അടുത്തുനിന്ന് മാറ്റാറില്ല മോനെ. ഭയങ്കര കുസൃതിയാ. അതാ എവിടെ പോയാലും കൂടെ കൊണ്ടുവന്ന് ഇരുത്തണേ. കുണുക്കൻ അങ്ങനെയല്ല, അവൻ ഓരോടത്ത് ഇരുത്തി അവിടെ ഇരുന്ന് കളിച്ചോളും. കുസൃതിയൊക്കെ പൊതുവെ കുറവാ. എൻ്റെ ദൈവമേ, എത്ര പ്രാവശ്യം ആശുപത്രിയിലാക്കി കുണിക്ക് മോളെ. അത് കാരണം ഞാനിപ്പോൾ അടുത്തുനിന്ന് മാറ്റാത്തെ. കുണിക്കുമോൾ ഇവിടെ ഇരുന്ന് ചിക്കൻ ഫ്രൈ കഴിച്ചോട്ടോ. അമ്മയോട് ഞാനൊരു കാര്യം പറയാൻ വന്നതാ. എന്താ മോനെ, എന്ത് പറ്റി? അമ്മ പേടിക്കൊന്നും വേണ്ട, നമ്മുടെ ഗീത അമേരിക്കയിൽ നിന്ന് വരുന്നുണ്ട്. അയ്യോ ഗീതയോ? അടുത്ത വർഷം വരുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 1 മാസമല്ലേ ആയുള്ളൂ. അതെ അമ്മേ, അവൾ ഉദ്ദേശിച്ച ജോലിയല്ല അവൾക്ക് അവിടെ കിട്ടിയത്. അവൾക്ക് അവിടെ ഒട്ടും പറ്റുന്നില്ല എന്നായപ്പോൾ എന്നെ വിളിച്ചു. പിന്നെ ഞാനിങ്ങ് കയറി പോരാൻ പറഞ്ഞു. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് അതിന്റെ പുറകെ നടക്കുമായിരുന്നു. എല്ലാം റെഡിയാക്കി. അവൾ മിക്കവാറും നാളെ എത്തും. അയ്യോ, എന്റെ കുഞ്ഞിന് അവിടെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായോ മോനെ? അയ്യോ ഇല്ലമ്മേ, കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാനല്ലേ വേഗം ഇങ്ങോട്ട് കയറി പോരാൻ പറഞ്ഞത്. എന്നാലും എന്റെ മോൾ എല്ലാം സഹിക്കുന്നവളാ. അവൾക്ക് തീരെ പറ്റാനിട്ടായിരിക്കും അവൾ നിന്നെ വിളിച്ചത്. അതൊന്നും ഇനി പറയണ്ടമ്മേ, അതൊക്കെ കഴിഞ്ഞില്ലേ. അവൾ എന്തായാലും വരട്ടെ. പിന്നെ കുട്ടികളോട് ഇത് അറിയിക്കേണ്ട. അവൾ വരുമ്പോൾ ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. അല്ലെങ്കിൽ ഇന്ന് മുതൽ കാത്തിരിക്കും. അവൾ നാളെയല്ലേ എത്തുള്ളൂ. പോയിട്ട് 1 മാസം ആയുള്ളൂ. എല്ലാവരും എന്റെ കുഞ്ഞിനെ കുറ്റപ്പെടുത്തും. അതൊന്നും ഞാൻ മൈൻഡ് ചെയ്യുന്നില്ല. എനിക്ക് ഗീതയുടെ സന്തോഷമാണ് വലുത്. പിന്നെ എൻ്റെ അമ്മേനോടും കൂടി ഞാൻ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അമ്മേനോടും കാര്യം പറഞ്ഞിട്ടില്ല. അമ്മക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. എന്തായാലും നാളെ ഗീത എത്തും. ശരി മോനെ, ഞാൻ ആരോടും പറയില്ല. ആഹാ, കുണിക്കുമ്പോൾ ഇത് ഫുൾ ഫിനിഷ് ആക്കിയല്ലോ. എനിക്ക് ഇനി അച്ഛൻ ഇന്നും ചിക്കൻ ഫ്രൈ വാങ്ങിത്തരാട്ടോ. എത്തേണ്ട സമയമായല്ലോ, അവളെ കാണുന്നില്ലല്ലോ. ഗീത, നീ സുരക്ഷിതമായി എത്തിയില്ലേ? വിഷമിക്കാതെ. നീ വരുന്ന കാര്യം നിന്റെ അമ്മക്ക് മാത്രമേ അറിയുള്ളൂ. ഒരു മാസമായിട്ട് അവരെന്തൊരു സങ്കടത്തില്ല. അവരുടെ സന്തോഷം എനിക്ക് കാണണം. അതുകൊണ്ട് നീ സർപ്രൈസ് ആയിട്ട് വന്നാ മതി. നമുക്ക് കുട്ടികളുടെ അടുത്തേക്ക് പോകാം. അങ്ങനെ പോകാൻ പറ്റില്ല. ക്രിസ്മസ് അല്ലേ വരുന്നത്. അയ്യോ, ഇനി ക്രിസ്മസ് വരെ ഞാൻ ഇവിടെ നിൽക്കാനോ? നീ ആദ്യം നിന്റെ വീട്ടിലേക്ക് പോയാൽ മതി. നിന്റെ അച്ഛൻ അവിടെ ഉണ്ടല്ലോ, അച്ഛനെയൊക്കെ കാണൂ. എന്നിട്ടേ വൈകുന്നേരം ഒരു സർപ്രൈസ് ആയിട്ട് വന്നാൽ മതി. അതും ഒരു സാന്താക്ലോസ് ആയിട്ട്. സാന്താക്ലോസോ? എന്തൊക്കെയായി പറയുന്നേ? ഈ ക്രിസ്മസിന് ഇതിലും വലിയ ഗിഫ്റ്റ് കുട്ടികൾക്ക് കൊടുക്കാനില്ലല്ലോ. എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ഇടി, ഞാൻ കുറച്ച് അടുത്തുള്ള കുട്ടികളെയൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നീ അവരുടെ ഒപ്പം കരോള് പോലെ വന്നാൽ മതി. ഒരു സാന്താക്ലോസ് ആയിട്ട് വന്നാൽ മതി. എന്നിട്ട് കുട്ടികൾക്ക് സർപ്രൈസ് ആയിട്ട് മുഖം മൂടി ഓടി കാണിച്ചാൽ മതി. അയ്യോ, അതിന് രാത്രി ആവണ്ടേ? എനിക്ക് ക്ഷമയില്ല. എനിക്ക് ഇപ്പൊ തന്നെ കുട്ടികളെ കാണണം. നീ ഒത്തിരി സങ്കടത്തിൽ വരുന്നതല്ലേ, അതുകൊണ്ട് വെറുതെ നീ വീട്ടിൽ വന്ന് കയറണ്ട. ഇതേപോലെ വന്നാൽ മതി. അതാകുമ്പോൾ കുട്ടികളും നീയും ഒരുപോലെ സന്തോഷിക്കും. എങ്കിൽ ശരി, ഞാൻ എന്റെ വീട്ടിൽ പോകാം. എന്നിട്ട് സന്ധ്യക്ക് കരോളുകാരോടൊപ്പം പപ്പാനിയായിട്ട് വരാം. വാ അച്ഛ, അത് മുകളിൽ തൂക്ക്. ഹാപ്പി ബർത്ത്ഡേയാ? അതെ, ഹാപ്പി ബർത്ത്ഡേ. ഉണ്ണീഷോന്റെ ഹാപ്പി ബർത്ത്ഡേ. ദൈവം, ഈ വീട് ഫുള്ള് ഡെക്കറേറ്റ് ചെയ്തല്ലോ. ഇതിനു മുമ്പ് എന്തോരം ക്രിസ്മസ് ഉണ്ടായിട്ടുണ്ട്. അച്ഛൻ ഇങ്ങനെ ഒന്നും ചെയ്തില്ല. അത് എല്ലാ വർഷത്തെയും പോലെയല്ലേ. ഈ ക്രിസ്മസ് നമുക്ക് സ്പെഷ്യൽ അല്ലേ? അല്ല അച്ഛാ, ഒട്ടും സ്പെഷ്യൽ അല്ല. ഈ ക്രിസ്മസിന് അമ്മയില്ലല്ലോ. ഞങ്ങൾക്ക് ഒന്നും ആഘോഷിക്കാൻ തോന്നണില്ല. അങ്ങനെ സങ്കടപ്പെടാതെ മക്കളെ. അമ്മക്ക് സങ്കടാകും. നിങ്ങൾ സന്തോഷിച്ചാലേ അമ്മക്ക് സന്തോഷാകും. ഇല്ല അച്ഛാ, നീ ഇതുമോട് പറഞ്ഞത് ശരിയാ. ഇപ്പൊ എനിക്ക് അമ്മേനെ ഓർമ്മ വരിക. അമ്മ അവിടെ ഒറ്റക്കല്ലേ. ക്രിസ്മസ് ആഘോഷിക്കാൻ ആരും ഇല്ലല്ലോ. മതി ഇനി സെലിബ്രേഷന്റെ സാധനങ്ങളൊക്കെ തൂക്കിയത്. ഞങ്ങൾ അകത്തേക്ക് പോകുക. അയ്യോ മക്കളെ, പോകല്ലേ. നിക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. എന്ത് സർപ്രൈസ് ആയാലും ഞങ്ങൾക്ക് സന്തോഷം വന്നെങ്കിൽ അമ്മ വന്നോ അച്ഛാ. അതെ, ക്രിസ്മസ് ആയതുകൊണ്ടേ അമ്മ നിങ്ങൾക്കൊരു സ്പെഷ്യൽ സർപ്രൈസ് കൊടുത്തു വിടുന്നുണ്ട്.
അതൊക്കെ പോട്ടെ, നിങ്ങൾ വെയിറ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇപ്പൊ വേറൊരു സർപ്രൈസ് കൂടിയുണ്ട്. അതെന്ത് സർപ്രൈസാ? ഇത്രയും നേരം കാത്തില്ലേ, കുറച്ചു നേരം കൂടി വെയിറ്റ് ചെയ്യേണ്ട മക്കളെ, ഇപ്പൊ വരും. പറ അച്ഛാ, എന്റെ സർപ്രൈസാന്ന്. ദൈവമേ, സ്വന്തം അമ്മ തന്നെയാണ് വരുന്നതെന്ന് ഇവർക്കറിയില്ലല്ലോ. കുട്ടികളെ വിഷമിക്കുക, സാരമില്ല, കുറച്ചു നേരം കൂടിയല്ലേ, അത് കഴിയുമ്പോൾ അവരുടെ ചിരി കാണാലോ. മക്കളെ നേരത്തെ പറഞ്ഞാൽ അതിനെ സർപ്രൈസ് ആകുന്ന, ഇപ്പൊ വരും, നിങ്ങൾ വെയിറ്റ് ചെയ്യ്. അയ്യോ അച്ഛമ്മ. അയ്യോ അച്ഛമ്മേന്നോ? അതെന്താടി കുണിക്ക് വരാ? അയ്യോ എടാ മാധവ, നീ എന്തിനാണ് എന്നോട് അത്യാവശ്യമായിട്ട് കാണാൻ വരാൻ പറഞ്ഞത്? അയ്യോ ഇതെന്താ ഈ പെരപ്പുറത്തൊക്കെ കാണുന്ന എന്തോരം ലൈറ്റാണ്. ഇവിടെ എന്താ വല്ല ഉത്സവം നടക്കുന്നുണ്ടോ? ഇത് കാണാൻ വേണ്ടിയാണോ നീ എന്നോട് വരാൻ പറഞ്ഞേ? അയ്യോ ഇതൊന്നും അല്ല അമ്മ, ഒന്ന് അടങ്ങ്, നമുക്കൊരു സർപ്രൈസ് ഇപ്പൊ വരുന്നുണ്ട്. പപ്പാനി വരും. അയ്യേ, പപ്പാനിനെ കാണാൻ വേണ്ടിയാണോ നീ എന്നോട് ഇങ്ങോട്ട് വിളിച്ചത് ഉടനെ വരണോന്നും പറഞ്ഞ്? പപ്പാനി എന്താ ഞങ്ങളുടെ വീട്ടിൽ വരില്ലേ? അതൊക്കെ ഉണ്ട് അമ്മ, ഒന്ന് അടങ്ങ്, എന്തായാലും ഇപ്പൊ വരും. ആ പെരക്ക് ചുറ്റും ലൈറ്റ് ഇട്ടിട്ട് എന്താ, ക്രിസ്മസ് ആഘോഷിക്കാൻ ഈ കുട്ടികളുടെ അമ്മയില്ലല്ലോ. നീ കുഞ്ഞുങ്ങളെ വിഷമിപ്പിച്ച സുഭദ്രേ, എന്റെ മോൾ ഇപ്പൊ വരും, നീ അത് കാണണം. അല്ല ഗീതയുടെ അമ്മ എന്താ ഇവിടെ ഇരുന്ന് ഒറ്റക്ക് വർത്താനം പറയുന്നേ? ഞാൻ പറയുന്നത് സത്യല്ലേ? ഗീതയുടെ അമ്മ ഉണ്ടായിട്ടെന്താ? ഗീത ഇവിടെ ഇല്ലല്ലോ സന്തോഷിക്കാൻ. മക്കളെ, ഇനി അമ്മ എങ്ങും പോകില്ല.